നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമായി തിങ്ങുന്നതാ. ധരിക്കാനതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസാ, അൽഹംദുലില്ലാ ജീവിതം എന്തന്തസാ. മാഷാ അല്ലാഹ്, എത്രയോ സുന്ദരമായ രൂപത്തിലാണ് മഹാനായ തഴവ ഉസ്താദ് നവ്വർ അല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ പരിശുദ്ധമായ സ്വർഗത്തെ വിവരിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എടുത്തു നോക്കുകയാണെങ്കിലും, അവൻ മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും, എല്ലാ ആളുകളുടെയും ആഗ്രഹം എപ്പോഴും ആനന്ദത്തിലായിരിക്കുക, സന്തോഷത്തിലായിരിക്കുക, ജീവിത വിഭവങ്ങൾ ഇങ്ങനെ ഒരിക്കലും അറ്റമില്ലാതെ അനസ്യൂതം നല്ല നിലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുക എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. അങ്ങനെ ആഗ്രഹിക്കാത്തൊരു മനുഷ്യനില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതലായി ആഗ്രഹിക്കും, അല്ലാ എനിക്ക് നീ സ്വർഗം തരണേ. ആ സ്വർഗത്തിന് വേണ്ടി കൊതിക്കും, ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കും, ആ സ്വർഗത്തിന് വേണ്ടി നിരന്തരം യാചിക്കും. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം ആഗ്രഹിക്കാത്തൊരു മനുഷ്യന് നമ്മളിലില്ല. ആ സ്വർഗത്തിൽ തന്നെ നമുക്കൊരു കൊട്ടാരം ലഭിച്ചാലോ? സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആ സ്വർഗത്തിലൊരു കൊട്ടാരം നമുക്ക് ലഭിക്കുമ്പോൾ ആ സ്വർഗത്തിൽ എത്രയോ ഉന്നതമായ പദവിയായിരിക്കും നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കരസ്ഥമാക്കുവാൻ സാധിക്കുക. ആ സ്വർഗത്തിലെ കൊട്ടാരം കിട്ടുവാനുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിൻ്റെ പ്രവാചകർ ആദരവായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 10 മർറാത്തിൻ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ്, വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ചെറിയൊരു സൂറത്ത്, ആ സൂറത്തിന് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലൊരു കൊട്ടാരം പണിതു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ സ്വർഗം കരഗതമാക്കുവാനും ആ സ്വർഗത്തിലെ കൊട്ടാരം കരഗതമാക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.